ഞാൻ റിയാക്കോടാ ഇതൊക്കെ നിനക്ക് നോക്കാനില്ലടാ. അത് നോക്കാം, നമുക്ക് നോക്കാം. ഹലോ, നമ്മളങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ദിവസം വന്നേക്കണേ കേട്ടോ. നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, 5ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ മാൽപ്പേ വന്നേക്കണേ, ഉടുപ്പി മാൽപ്പേ ബീച്ചിലാണ്. ഇവിടെ നിന്ന് തന്നെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡ് കേട്ടോ. നമ്മുടെ ഗൈഡ് ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ബീച്ചിൽ നടക്കാൻ പറഞ്ഞു. ഡയലോഗ് അടിക്കല്ലോ, എന്താ വഴക്കിട്ടാന്ന് പറയടാ. അതാണൊന്നും പറയാന്ന് നേരത്തേക്ക് നീ എന്തൊക്കെ പറയാറ്. അതെ, ഇടക്കിടക്ക് തഗ് വരുള്ളൂ. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഞാൻ തഗ് പറയാറില്ല. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലായിടത്തും എന്താ വിമൽ. നമ്മളങ്ങനെ ബോട്ടിങ്ങിനാണ് കേട്ടോ. സെൻറ്റ് മേരീസ് ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണം. ഒട്ടിക്കല്ലേട്ടാ, കാണിച്ചിട്ട് ഒട്ടിക്ക്. സാധനം കിട്ടിയിട്ടുണ്ട് ഓഷ്യൻ അഡ്വഞ്ചർ സെൻറ്റ് മേരീസ് ഐലൻഡ് ട്രിപ്പ്. ടിക്കറ്റ് റേറ്റ് അറിയില്ലട്ടോ. ചേട്ടൻ തിരക്ക് പറഞ്ഞിട്ട് നമുക്ക് റേറ്റ് ഒക്കെ ചോദിക്കാം. ടിക്കറ്റ് റേറ്റ് മിസ്സിന്റെ ഒപ്പം ഉണ്ട്. എല്ലാവരും ബ്ലോഗ് ഉണ്ടോ? ബ്ലോഗ് ഉണ്ടോ? ഇതാണ്ട പൊളി. റൈറ്റിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ നെറ്റിയില് കയ്യിലെവിടെയെങ്കിലും നെറ്റിയിലാട്ടോ ഒട്ടിക്കണ്ട. ശരിക്കും സ്കൂബ ഡൈവിംഗ് മറ്റേ സാധനം ഈ ബോട്ടിലാണ്ടോ നമ്മളെല്ലാരും പോകുന്നത്?
കയറാൻ പോണേണ്. ലൈഫ് ജാക്കറ്റ് ഇറക്കായോ കിട്ടിയോ? ലൈഫ് ജാക്കറ്റ് ഒരെണ്ണം കൂടി നമ്മളങ്ങനെ ബോട്ടിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തു. എത്രയൊന്നും കറക്റ്റ് അറിയില്ല. നമ്മളങ്ങനെ സെൻറ്റ് മേരീസ് ഐലൻഡ് എത്താറായിട്ടോ. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ കുറേ വാള വെക്കണേക്കൊക്കെ വീഡിയോ കിട്ടിയത്. കുറേ വാള വെക്കണേക്ക് കാണാറുണ്ട്. സെൻറ്റ് മേരീസ് ഐലൻഡിലെത്തിട്ടോ. ഊട്ടി നേരെ ഇറങ്ങാൻ പോണേ. ഇനിയില്ല എങ്ങനെയുണ്ട് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ നമ്മുടെ ട്രിപ്പും കഴിഞ്ഞു. എല്ലാം അങ്ങനെ ശുഭമായി അവസാനിക്കാൻ പോകാൻ പോവുകയാണ്.
ബോട്ട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, നല്ല ബോട്ട് യാത്രയായിരുന്നു. ആദ്യമായിട്ട് അനുഭവമാണ് ഇത്രയും ദൂരത്തിൽ. ജീവൻ ഓൺ ചെയ്തിട്ടുണ്ടോ? റെക്കോർഡിങ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും ബോട്ട് യാത്രയിൽ ഇത്രയും ദൂരത്ത് യാത്ര ചെയ്യുന്നത്. ഓക്കെ, വളരെ നല്ല യാത്രയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഉപ്പുവെള്ളം മുഖത്തേക്ക് അടിച്ചു. അതൊക്കെ വളരെ അനുഭവങ്ങൾ തന്നതായിരുന്നു. കടലിൻ്റെ വെള്ളത്തിൻ്റെ രുചി അറിയാൻ സാധിച്ചു. നല്ല യാത്രയായിരുന്നു. നോക്കി റൈറ്റിന് മുമ്പ് അവിടെ ഒരു പച്ച ഉണ്ടായിരുന്നു. കണ്ണാണോ സെറ്റല്ലേ? നമ്മളങ്ങനെ സെയിന്റ് മേരീസ് ഐലൻഡിലെത്തി. എങ്ങോട്ടോ പോകുന്നു. പറ നമ്മള് സെന്റ് മേരീസ് ഐലൻഡിന്റെ അടുത്ത ഒരു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോക്കനട്ട് ട്രീ ഉണ്ട് കുറേ എണ്ണം. ഏറ്റവും വലിയ ഐലൻഡ് ആണ് മാൽപ്പയില. 4 ഐലൻഡ് ഗ്രൂപ്പ്സ് ഓഫ് മാൽപ്പ. മാൽപ്പയിലിൻ്റെ മാപ്പാണ്. മാൽപ്പയിലല്ല, സെന്റ് മേരീസ് ഐലൻഡിൻ്റെ മാപ്പാണ് കാണുന്നത്. സെന്റ് മേരീസ് ഐലൻഡിൻ്റെ മാപ്പാണ് കാണുന്നത്. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഈ 1 hour മാത്രമേ ഉള്ളൂ. റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. വീണ്ടും വീണ്ടും കാണാം. ഓണറാണ്. ഓണറബിൾ പേഴ്സൺ. ഹോഡോഫിലിന്റെ മീനിങ് എന്താ? ഹോഡോഫിലിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒരു ട്രാവൽ റിലേറ്റഡ് മീനിങ് ആണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം, നിർത്താണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ഉള്ള. ഇവിടെ നമ്മള് സോളോ ആയിട്ട് വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ബോട്ടിംഗ് ഒക്കെ ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും. പിന്നെ പെർ ഹെഡ് എത്ര കൊടുക്കേണ്ടി വരും? ഒരാൾക്ക് 400 കൊടുക്കേണ്ടി വരും. 400 രൂപ. നിങ്ങൾക്ക് 300 രൂപ കിട്ടിയിരുന്നു. ഞാൻ ഉറങ്ങില്ല. ഉറക്കമൊക്കെ കണക്കാണ്. ഒരു 5 മണിക്ക് എണീറ്റില്ലേ? 5:30 എണീറ്റില്ലേ? എന്നാ പോയി കണ്ടിട്ട് വരാം. കുറച്ചോളൂ. ഓക്കെ, ഫ്രീ ആണെങ്കിൽ മറ്റേത് അയച്ചേക്കട്ടോ. ഒരു ഹായ് ഇട്ടേക്കാം. ഇവിടെ റേഞ്ച് ഉണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ടാവണ്ടേ. ഞാനിവിടെ ഓക്കെ. സ്വന്തം ചേട്ടൻ സംസാരിക്കണം. ഞാൻ നൈറ്റ് പുള്ളി വരെ ക്യാമ്പിൽ നിന്നായിരുന്നു. അവർ വൈബ് എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയാ,
ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ട് ബസ്സിൻ്റെ. റോഡ് ഫുള്ള് നിറഞ്ഞേക്കുള്ളൂ. എങ്ങനെ ഇവർ ഓടിക്കണം എന്നാണ് കൺഫ്യൂഷനാണ്. വ്ളോഗ് എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, ഇപ്പൊ നമ്മിപ്പോ മാൽബ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. കുറെ നടക്കാനുണ്ട്. ഇനി പാറയുടെ പുറത്ത് കയറാൻ വേണ്ടിയാണ്. കയറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സേഫ്റ്റി കുറച്ച് സൂക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുത്തരുണ്ടല്ലേ ക്യാമറ പിടിച്ചിട്ട് പോയിക്കോളൂ. ഞാൻ നോക്കാം ഇല്ലേ കാണിച്ചു കൊടുക്കണവര്. ഇതെന്താ പറയാനുള്ള? നീ ഇതെന്താ പറയാമോ? ഹലോ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. കാണിക്കാമോ? ജോഷി വരട്ടെ. നീ ഇത് പറ. അപ്പൊ നമ്മ പാറയുടെ അവിടെ എത്തിയിരിക്കുന്നത്. സാറൊക്കെ ബാക്കി ഫ്രണ്ട്സൊക്കെ അത് ഫ്രണ്ടിൽ പോകണുണ്ട്. ഞങ്ങളതേ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കണേണ് നടക്കണേണ്. കല്ല് കുറച്ച് ഷോപ്പ് കുത്തിക്കൊള്ള ബോട്ട് ഇറങ്ങിയപ്പോൾ എന്താണ് വെള്ളമായതുകൊണ്ട് ഷൂസൊക്കെ കയ്യിൽ ഊരി പിടിച്ചു. അപ്പോൾ പിന്നെ ഇറങ്ങിയ മണ്ണിലൊക്കെ ഇങ്ങനെ കുറേ കല്ല് അത് കുത്തിക്കൊള്ളുന്നുണ്ട് നൈസായിട്ട്. അയ്യോ ഇനി പാറയുടെ പുറത്ത് കയറുമല്ലോ, അതൊരു ടാസ്ക്കാണ് ഗൈസ്. നമുക്ക് കയറിയിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ സാഹസികമായുള്ള ഫോട്ടോസൊക്കെ ഇനി കാണാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. എല്ലാ ഫോട്ടോസും ലൈക്ക് ചെയ്യണം. എല്ലാവരും റീലൊക്കെ കണ്ട അഭിപ്രായങ്ങൾ പറയാ. എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുക. കളിയാക്കലാണെങ്കിൽ വാരി വിതറുക. എന്താന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ പറയുക. വലിയ പുള്ളിയാ. അപ്പൊ നമ്മള് പാറയുടെ പുറത്ത് കയറാൻ പോണെയാണ്. നോക്കാം. ഷൂസിന് കാലത്ത് തീരുമാനമായി. ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയതാണ്. നമ്മളങ്ങനെ പാറേൻ്റെ അവിടെ തെളിഞ്ഞ വെള്ളം ഉണ്ടോ? നീല കളറ് ഗ്ലാസ് ക്ലിഫുകളുള്ള ഒരു ബീച്ചാണ്. സൈഡ് ഫുള്ള് ബീച്ചുകളാണ്. പണ്ട് വെച്ച് നമ്മന് എങ്ങനെയുണ്ട്? തുമ്മല് പിടിച്ചാ ഞാൻ റിയാക്കോടാ
ഇതൊക്കെ നിനക്ക് കൂക്കാനില്ലടാ. അത് നോക്കാം, നമുക്ക് നോക്കാം. പോടാ, വേണ്ടടാ വേണ്ടടാ, എനിക്കറിയാം. വേറെ തലയോട് വേണ്ട, ഞാൻ ഒന്ന് നിൽക്കണം. ഇങ്ങനെ എന്തോ ഉദ്ദേശിച്ചു. ഒന്ന് കാണിച്ചു വീഡിയോ. എടി തിരിഞ്ഞോന്ന് പറയുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. വെള്ളത്തിലിറങ്ങിയിട്ട് നമ്മളങ്ങനെ സെൻറ്റ് മേരീസ് ഐലൻഡിൽ നിന്ന് വേണ്ട ഇവിടെ 1 hour നമുക്ക് ടൈമുള്ളൂ. അടുത്ത ബോട്ടിന് നമ്മൾ തിരിച്ചു പോകണം. എടാ വന്നേടാ, നമുക്കുള്ള ബോട്ടാണ് കേട്ടോ. 300 രൂപ നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് പ്രൈസ് വന്നത്. ആ ചേട്ടൻ പറഞ്ഞല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് വരെ നമുക്ക് 400 കൊടുക്കേണ്ടി വരും. ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരാൾക്ക് ടൈം കഴിഞ്ഞിട്ടാ ബാപ്പുവാ. അങ്ങനെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെരുപ്പിന് ആലിന് ചെരുപ്പ് 150 രൂപയുടെ ചെരുപ്പിന് വേണ്ടി 500 രൂപ റിസ്ക് എടുക്കാൻ പോണോ? ശരിയാണ്. പോട്ടെ, ചെരുപ്പൊക്കെ പോട്ടെ. ഇവനെന്താണത് ചെരുപ്പ് കിട്ടില്ല നിക്കണോ? അത് അടുത്തെറിഞ്ഞ് അയ്യോ ഇവനിപ്പോ പറഞ്ഞേളൂ. തകർന്നിരിക്കണ ഇതാണോ വീഡിയോ എടുക്കുന്ന എനിക്കിട്ട് കിട്ടുമ്പോ എങ്ങനെയുണ്ട്? ഒരു വൈബ് ആസ്വദിച്ച് വരുമ്പോൾ വിസിലടിച്ച് പറഞ്ഞു. അവരെ പറഞ്ഞിട്ട് അറിയില്ല, 1 മണിക്കൂറല്ല ഇങ്ങോട്ട്. പക്ഷെ 1 മണിക്കൂർ 300 രൂപ കുറച്ച് കത്തിയല്ലേ ഇല്ലേ പാർ ഹെഡ്? സ്ഥലം വരെ ഇട്ടില്ല, അതുകൊണ്ടാണ്. എടാ നമ്മള് ഒറ്റക്ക് 400 രൂപ കൊടുക്കണം. ഗ്രൂപ്പ് എല്ലായിടത്തും മുടിയാണുള്ളത്. നമുക്ക് വരാട്ടാ, ഗോവ ട്രിപ്പ് അടിക്കാം, ട്രെയിന് പോവാം. അടിപൊളിയായിരുന്നു, പക്ഷെ ആദ്യം നേരം നിൽക്കാൻ പറ്റിയില്ല, അതാണ് ശോകം. എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? സമയം കിട്ടിയില്ല. റീലൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ
ഫുള്ള് മുഞ്ചലായി ഇന്ന് ശോകമായി പോയി. ഇല്ല ഞാനിങ്ങനെ പറഞ്ഞ് ശീലമുണ്ട് വേറെ ഒന്നും മഞ്ഞില്ല വൈകുന്നു. എങ്ങനെ ഉണ്ടായി? സൂപ്പർ, അടിപൊളി. 10 എത്ര കൊടുക്കും? 8. ഓക്കെ, നീ 7, നീ ഓക്കെ. സാർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. മാൽപ്പി ഇതിന്റെ 3ാമത്തെ പ്രാവശ്യമാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തള്ളിയിടുന്നതിന് എന്റെ പേടി, അതുകൊണ്ട് ഓടി തള്ളിക്കളഞ്ഞ ഹെൽപ്പിനെ ക്ലാസ് വാട്ടാ. നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് നേരെ പോലെയാണ്. ഇനി നാളെ രാവിലെ എത്തും. പറ റീലെടുക്കാന്ന് കണ്ട് ഇവിടെ 1 hour നിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അത് മാത്രമേ ഷോണ്ടുള്ളൂ. മോനിനെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പക്ഷേ മൊത്തത്തിൽ കണ്ടു നിൽക്കാൻ പറ്റില്ല. 1 hour മാത്രമേ ടൈമുള്ളൂ. പിന്നെന്താ 5:30 മുമ്പ് ഇവിടുന്ന് പോകണം. നമ്മ ലാസ്റ്റ് ഇതിനാ വന്നത്. കോളേജ് കഴിയുമല്ലോ, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ ആഫ്റ്റർ നമ്മള് നമ്മില്ലേ പൊളിക്കും. 1 മാസം കൂടെ ഉള്ളു. അതിന്റെ ഇടക്ക് സപ്ലൈ ഉണ്ട്. എപ്പോഴും സപ്ലൈ ഈ വർഷം കൊണ്ട് സപ്ലൈ തീർത്തിട്ട് അടുത്ത പണി പിടിക്കും. എന്താണ് എന്ത് പഠിക്കാൻ പോണ? കൂലിപ്പണിക്ക്. അത് കിട്ടിയല്ലേ? നീ എന്തിനാ പോണം? ഞാനാ അതെനിക്കറിയില്ല. അങ്ങനെ സെന്റ് മേരീസ് ഐലൻഡിൽ ബോട്ട് കയറി തിരിച്ചു പോകാൻ പോണേ കേട്ടോ. നമ്മൾ വന്ന ആ ഒരു യെല്ലോ ബോട്ടിലാണ്. നമ്മൾ ബ്ലൂ ബോട്ടിലായിരിക്കും ചിലപ്പോൾ പോകുന്ന, അറിയില്ല. വിസിറ്റേഴ്സ് 1 hour ഉള്ളത്. ഇതൊരു പ്രൈവറ്റ് ഐലൻഡാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. പ്രൈവറ്റ് ഐലൻഡ് ആണോ? അല്ലല്ലേ, പ്രൈവറ്റ് ഐലൻഡ് ആണോ? ആർക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. എല്ലാരും ഗോയിങ് പോയല്ലേ. ആഡ്ലി കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റേ ചെരുപ്പെടുത്ത് എറിയണുണ്ടായിരുന്നല്ലോ. അപ്പുറത്തൊരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അത് നിന്റെ ആയിരുന്നു? എടാ എന്റെ തൊട്ട് മുമ്പിൽ അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണായിരുന്നു. എല്ലാരും പൊട്ടിക്കറ നിൽക്കണം. ബീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പറായിരുന്നു. പക്ഷെ ഇച്ചിരി അഡ്വഞ്ചറസ് ഒക്കെ ആയതുകൊണ്ട്, സ്ലിപ്പറി ഒക്കെ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല വലിയ കാര്യമായിട്ട്. ആ കരയിൽ നിന്ന് കാണേണ്ടി വന്നു. പക്ഷെ ബാക്കിയൊന്നും അടിപൊളിയായിരുന്നു. നല്ല നല്ല ഉപ്പുള്ള വെള്ളമായിരുന്നു, പറയാൻ പറ്റില്ല. നല്ല തിരകളൊക്കെ അടിച്ചു കയറി. ഒരു ബീച്ചിൽ വന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞു. മാൽപ്പ സൂപ്പർ മാൽപ്പ. എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് തരമാനം എറിഞ്ഞിട്ട് കൊടുത്ത് അതിനുള്ളിലാണ് നമ്മളെ മഞ്ഞ ബോട്ടാണ്. ഇതിൽ പോകണം, അല്ലെങ്കിൽ
ചെരുപ്പ് ആൾക്കാരെന്നെ ഞാനതൊക്കെ കൊണ്ടാടാ ഫുള്ള് കണ്ടോളുമ്പോ റെസ്റ്റ് ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്നതാണ്. അത് കാരണമാണ് ഞാനിപ്പോൾ ക്യാമറ വാങ്ങിച്ചിരുന്നത്. നമ്മളുടെ ആഡിലിൻ്റെ ആഡ്ലിൻ്റെ ഒരു ചെരുപ്പ് മാൽപ്പേ ബീച്ച് കൊണ്ടുപോയി, ഒരു ചെരുപ്പ് ആഡ്ലിന് എറിഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ കുറേ സാഹസങ്ങൾ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അഭിനവന് ഫ്രണ്ടിലിരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. അവന് കാറ്റെല്ലാം വെള്ളം കൊള്ളണം, വെള്ളം തെറിക്കണം. അതാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം. അത് നനയണം. അതാണ് അവൻ്റെ വണ്ടി എന്താണ് വിടാത്തതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ബോട്ട് മാറിട്ട് വണ്ടിയിൽ ഞാൻ വ്ലോഗിയാണ്. St. Mary's Island. Okay. എട്ട് മണിക്ക് ബസ്സിൽ കയറണം. രാവിലെ ഇതെന്താ വിടാത്ത? 8 മണിക്ക് ബസ്സിൽ കയറണം. അതിന് മുമ്പ് ആരും വരാൻ നിൽക്കരുത്. അതിന് മുമ്പ് ആരും വരാൻ നിൽക്കരുത്. അതിന് നേരെ ഓപ്പോസിറ്റ് ബാത്റൂം ഒക്കെ ഉണ്ട്. ബാത്റൂം ഉണ്ട്, യൂസ് ചെയ്യാം. എന്നെന്തിനാ കാണിക്കും? ഞാൻ മാത്രമേ ഉള്ളൂ. ചിരി വരൂല ഒന്നല്ലേ? അങ്ങനെ മേൽപ്പേടിയിട്ട് വിട്ട് പോവുകയാണ് ഗൈസ്. ഹായ്.
എത്ര ഇരിക്കൂടാ? 8 മണി എന്ന് പറഞ്ഞപ്പോൾ 9 മണിയാകുമ്പോഴേ എടുക്കുള്ളൂ. നമ്മുടെ പിള്ളേരായിട്ട് നല്ല രീതിയിൽ വൈകിയാണ്. പിന്നെ വിളിക്കാം. പിന്നെ ഓഷ്യൻ അഡ്വഞ്ചേഴ്സിൻ്റെ ബോട്ടിലാണ് നമ്മൾ പോയത്. ആയിരിക്കുമല്ലോ. എന്താണ് പരിപാടി? അഭിനവരെ ഇട്ടാളാ. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്ന ചിപ്പികൾ അല്ലെങ്കിൽ ഈ കാണുന്ന സാധനം ശരത്ത് എനിക്ക് തന്ന സമ്മാനം മാൽപ്പേ ബീച്ചിൽ വന്ന മിസ്സിൻ്റെ ശരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു ശരത്തെ, താങ്ക് യു. വെൽക്കം. നമ്മളങ്ങനെ ആ സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ട. അവരങ്ങനെ 6 പേരായി ക്യാഷ് കൊടുത്ത് നമ്മൾ കയറി പോയി. കയറോ നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറണുണ്ടോ? കേറടി. കൈ പിടിച്ചോ. കുറേ സാധനമൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാക്കാം. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ട് വന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ക്യാഷ് ഷെയർ ഇട്ട് അവിടെ നിൽക്കേണ്ടി വരുമല്ലോ.
Flashback. ബീച്ചിലെ ബോട്ടിങ് എക്സ്പീരിയൻസ് ആണ് കണ്ട വേറെ മൂടല്ലേ പൊളിയാണ്ട് ഇവിടെ വന്നാൽ ഇത് ആരും മിസ് ചെയ്യരുത്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട്. പിടിക്കണം. അതില് നോക്ക് അടിപൊളിയാണ്ടാ പിടിച്ചിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയായിരുന്നു. എല്ലാവരും പരിപാടി എല്ലാവരും